ബത്തേരി ബാങ്ക് നിയമനക്കോഴയിൽ വീണ്ടും പരാതി. നെന്മേനി താമരച്ചാലിൽ ഐസക്കാണ് പരാതി നൽകിയത്. IC ബാലകൃഷ്ണന് വേണ്ടി NM വിജയൻ ജോലി വാഗ്ദാനം നൽകി പണം വാങ്ങിയെന്ന് പരാതിയിൽ. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ബത്തേരി നിയമനക്കോഴയിൽ ഇപ്പോഴിതാ വീണ്ടും ഒരു പരാതി വന്നിരിക്കുകയാണ്. ഇന്ന് ഇതേ കാരണത്താൽ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പുതിയൊരു പരാതി കൂടി വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബത്തേരി ഡിവൈഎസ്പി KK അബ്ദുൽ ഷരീഫിന് മുൻപാകെയാണ് വീണ്ടും പരാതി ബത്തേരി ബാങ്ക് നിയമന കോഴയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കൈറ്റ്ലി ന്യൂസിനോട് വെളിപ്പെടുത്തിയ താമരച്ചാലിൽ ഐസക്, നെന്മേനിയിലെ താമരച്ചാലിൽ ഐസക് എന്നയാളാണ് ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയിരിക്കുന്നത്. ആദ്യം അതൊരു വെളിപ്പെടുത്തലായിരുന്നു. ഇക്കാര്യങ്ങളിൽ താനും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം അദ്ദേഹം നേരത്തെ നമ്മോട് വെളിപ്പെടുത്തിയിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഇപ്പോൾ പോലീസിൽ ലഭിച്ചിരിക്കുകയാണ്. 31/12/2013 ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ജോലി വാങ്ങിയിട്ട് സെൻട്രൽ ബാങ്കിൽ മൂലങ്കാവിലോ ചെതലയത്തോ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് MLA IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ്, അന്നത്തെ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രനും പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ വരുന്നത്. മകനോട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഇതിൽ തീരുമാനം പറയണം. മകന് വേണ്ടിയാണ് ഈ പണം താമരശ്ശേരി ഐസക് നൽകിയത്. ഏതായാലും ആ വിധത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. ആദ്യഘട്ടത്തിൽ 12 ലക്ഷം വാങ്ങി. പിന്നീട് ജോലി ലഭിക്കാതെ വന്നപ്പോൾ വീണ്ടും പണം ആവശ്യപ്പെട്ടു. ആ ബാങ്കിൽ ജോലിയില്ല, മറ്റൊരു ബാങ്കിൽ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വീണ്ടും 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വീണ്ടും ഇവർ ആ പണം നൽകുകയും ഉണ്ടായി. ഏതായാലും ആ പണം തിരിച്ചു നൽകാൻ, ജോലി ലഭിക്കാതെ വന്നതോടുകൂടി ആ പണം തിരിച്ചു നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ ജോലി നൽകാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ജോലി നൽകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉണ്ടായില്ല. അതേ തുടർന്ന് ഇവർ പണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആ പണം തിരികെ തന്നില്ലെന്ന് മാത്രമല്ല, ആ ആവശ്യത്തോട് ഒരു വലിയ നിസ്സഹകരണമായിട്ടുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ അലംഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായി. ഇവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഈ പണം നൽകിയത് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ആ സമയത്ത് CT ചന്ദ്രൻ, അതായത് അന്നത്തെ നെന്മേനി മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള CT ചന്ദ്രൻ, പ്രാദേശിക കോൺഗ്രസ് നേതാവ് UK പ്രേമൻ എന്നിവരും NM വിജയനൊപ്പം തന്റെ വീട്ടിലെത്തിയിരുന്നു. അവർക്കാണ് ഈ പണം നേരിട്ട് നൽകിയിരുന്നത് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും മറ്റ് പരാതികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പരാതിയിൽ IC ബാലകൃഷ്ണൻ MLAക്ക് വേണ്ടിയാണ് തങ്ങൾ പണം വാങ്ങുന്നത് എന്ന് NM വിജയൻ ഉൾപ്പെടെയുള്ളവർ ഐസക്കിനോട് പറഞ്ഞു എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇതിന് അനുബന്ധമായിട്ടുള്ള ചില തെളിവുകളും ഈ പരാതിക്കൊപ്പം ചേർത്തിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, അന്നത്തെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ചെക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിനൊരു ഉറപ്പായി ആ ചെക്ക് നൽകുന്നത് പിന്നീടുള്ള 5 ലക്ഷം വാങ്ങിക്കുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് അതിനൊരു ഉറപ്പിന് വേണ്ടി ഇദ്ദേഹം താമരശ്ശേരി ഐസക് എന്തെങ്കിലും ഒരു ഉറപ്പ് എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെക്ക് നൽകുകയാണ് ഉണ്ടായത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ബത്തേരി പോലീസിൽ ഒരു 4 മറ്റ് പരാതികളുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വഞ്ചന കേസുകൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച്, അതോടൊപ്പം പോലീസ് സംയുക്ത അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. അതിൽ NM വിജയന്റെ ആത്മഹത്യാ കേസ് ഉൾപ്പെടെ അന്വേഷിക്കുന്ന അന്വേഷണ സംഘം തന്നെയാണ് ഈ വഞ്ചന കേസുകളും അന്വേഷിക്കുന്നത്. ഏതായാലും ഈ കേസ് കൂടി, അല്ലെങ്കിൽ ഈ പരാതി കൂടി ആ വിധത്തിൽ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. ആ അന്വേഷണം ആ വിധത്തിൽ നടക്കുകയാണ്. ഏതായാലും മറ്റൊരു പരാതി കൂടി IC ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്താക്കി ബത്തേരി ബാങ്ക് കോഴയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ശരി അനൂപ്, ബത്തേരി ബാങ്ക് നിയമനക്കോഴയിൽ വീണ്ടും പരാതി ഉന്നയിക്കുകയാണ്. നെന്മേനി താമരച്ചാലിൽ ഐസക്കാണ് പരാതി നൽകിയത്. മകന് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു. IC ബാലകൃഷ്ണന് വേണ്ടി NM വിജയൻ ജോലി വാഗ്ദാനം നൽകി പണം വാങ്ങിയെന്നാണ് പരാതിയിൽ. അനൂപാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.